2 വർഷം കൂടിയാണ് രണ്ടാം പിണറായി സർക്കാരിന് മുന്നിൽ ബാക്കിയുള്ളത്. ഇക്കഴിഞ്ഞ 3 വർഷം കൊണ്ട് 30 വർഷത്തെ ചീത്തപ്പേരുണ്ടാക്കാൻ പിണറായി വിജയനും സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് മുതൽ തുടങ്ങുന്ന അഴിമതി വികസന മുരടിപ്പിലേക്ക് വരെ കേരളത്തെ തള്ളിവിട്ടിരിക്കുകയാണ്. മുന്നണി സംവിധാനത്തിൽ ഏറ്റവും അധികം MLA-മാരുള്ള പാർട്ടിയായ CPM വല്യേട്ടൻ മനോഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ രീതിയിലുള്ള സമീപനത്തിൽ CPI-ക്കുള്ളിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇനി കയ്യും കെട്ടി നിൽക്കാതെ വിമർശനാത്മക സമീപനത്തിലേക്ക് മാറുകയാണ് CPI ചെയ്യുന്നത്. പിണറായി സർക്കാരിന്റെ ബാക്കിയുള്ള 23 മാസങ്ങളിൽ ഭരണം ശക്തമാക്കുവാൻ മന്ത്രിസഭയിലെ CPI മന്ത്രിമാരും പാർട്ടി നേതൃത്വവും ശക്തമായി സർക്കാരിൽ ഇടപെടണം എന്നാണ് നിലവിൽ ധാരണയിൽ എത്തി നിൽക്കുന്നത്. CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ധനവകുപ്പിൽ നിന്നും പണം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ചോദിച്ചു വാങ്ങാത്തത് മന്ത്രിമാരുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും പിടിപ്പുകേട് കൊണ്ടാണെന്ന ആക്ഷേപം മറികടക്കുന്നതിന് കൂടി ഭാഗമായാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി മന്ത്രിമാരും പാർട്ടി നേതൃത്വവും കൂട്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരിനെ തിരുത്താനും ആവശ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ശ്രമം നടത്തുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ആദ്യപടിയായി ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് കൃത്യമായ പണം സർക്കാരിൽ നിന്നും ലഭിക്കണമെന്ന് നേതൃത്വം തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. കിട്ടാനുള്ള 600 കോടിയിൽ പകുതിയെങ്കിലും നൽകണമെന്നാണ് നിലപാട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം കൃത്യമായി നൽകുക, തകർന്നു കിടക്കുന്ന റോഡുകൾ പ്രഥമ പരിഗണന നൽകി പുനർനിർമ്മിക്കുക, അനാവശ്യ ധൂർത്ത് ഒഴിവാക്കുക എന്നീ കാര്യങ്ങളിൽ സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തമാക്കുവാനാണ് CPI ആലോചിക്കുന്നത്. കുത്തനെ കൂട്ടിയ കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതും ക്ഷേമ പെൻഷനിലും സ്വീകരിച്ച നടപടികൾ CPI-യുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമായെന്നാണ് വിശദീകരിക്കുന്നത്. CPM മാർഗരേഖ തയ്യാറാക്കിയതുപോലെ തിരുത്തൽ നടപടിക്ക് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കും എന്നാണ് CPI-യും പറയുന്നത്. പാർട്ടിയിലെ വിവിധ തലങ്ങളിലെ റിപ്പോർട്ടുകൾ പൂർത്തിയാക്കിയ ശേഷമാകും നടപടി എന്നും പറയുന്നുണ്ട്. പാർട്ടി മത്സരിക്കാത്ത സ്ഥലങ്ങളിലും പ്രവർത്തനം ശക്തമാക്കുമെന്നും നേതാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്നുണ്ട്. 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF-ന്റെ ഭാഗമായ CPI-ക്ക് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരരംഗത്തിറങ്ങുന്നതിൽ പലപ്പോഴും വീഴ്ച സംഭവിച്ചതായും പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം സൂചിപ്പിച്ച് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ബിനോയ് വിശ്വം കത്തയച്ചിരിക്കുകയാണ്. SNDP നേതൃത്വത്തെ വിമർശിച്ച CPM രംഗത്തെത്തിയതുപോലെ പരസ്യമായി പോർമുഖത്തില്ലെങ്കിലും ചില സമുദായങ്ങളിലെ വോട്ടുകൾ ഉണ്ടാകുന്ന ചോർച്ച CPI-യും തള്ളിക്കളയുന്നില്ല. ഇത് തടയുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുവാനും CPM-നെ കാര്യമായി പരിഗണിക്കാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും എന്നുമാണ് CPI ശ്രമിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന 2 വർഷങ്ങൾ കലുഷിതമാകുമെന്ന സൂചന കൂടിയാണ് ഇത് നൽകുന്നത്.